गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः. ബഹുമാനപ്പെട്ട ഈ പുണ്യമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ ശ്രീനാരായണ സമാജം ഫരീദാബാദിൻ്റെ സംഘാടകൻ ഡോക്ടർ വിശ്വനാഥൻജി അവറുകൾ, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ബീന ബാബുറാംജി അവറുകൾ, വേദിയിലിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമ്പരയിലെ സംപൂജ്യനായ സ്വാമികൾ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, ഒരുപക്ഷെ ഒരു നീണ്ട പ്രസംഗത്തിനുള്ള ഒരു പ്രഭാഷണത്തിനുള്ള ഒരു സമയമൊന്നുമല്ല, ഒരുപാട് വൈകിപ്പോയി. എന്നിരുന്നാലും ഈ പുണ്യമായ ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തപ്പെട്ട ഈ ഒരു പുണ്യദിനത്തിൽ ഭഗവാനെ കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഡൽഹി നിവാസികൾക്ക് ഗുരുദേവനെ അറിയാമെങ്കിലും ഇവിടുത്തെ ഒരു ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഗുരുദേവനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ എന്നുള്ള നിലയിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകത്തിൽ പോലും ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹീസ് എ എന്താ പറയുക, റവല്യൂഷണറി, അതായത് ഒരു നവോത്ഥാന നായകൻ എന്നാണ് പ്രൊഫസർ രാമചന്ദ്ര ഗുഹ ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെങ്കിലും മനസ്സിലാക്കണം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ മാത്രമാണോ? നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചെറിയ ഭാവം മാത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാത്രം നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഒരു ഭാവം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെങ്കിലും പറയണം, ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ യാതൊരു സംശയവും കൂടാതെ പറയണം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. അപ്പൊ ആരെയാണ് നാം കാലഘട്ടത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴെപ്പോൾ ധർമ്മം നശിക്കുന്നുവോ, എപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ ജനിക്കുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. അതുപോലെ യേശുദേവനും ബുദ്ധഭഗവാനുമൊക്കെ ഇങ്ങനെ കാലഘട്ടങ്ങളുടെ സൃഷ്ടികളായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനും കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ആ കാലഘട്ടം എന്തായിരുന്നു? ഭാരതീയ സമൂഹത്തിൽ ജാതിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇഴുകിച്ചേർന്ന് ഭാരതീയ സമൂഹം ഒരു അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പൂജാതനാകുന്നത്. അന്ധമായ വിശ്വാസങ്ങളെയും അപരിഷ്കൃതങ്ങളായ ജീവിത രീതികളെയും വലിച്ചെറിയുവാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. അപ്പൊ അതിനുവേണ്ടി ഗുരുദേവൻ ഒരു ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്തു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1888 ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത ആ ദേശീയ നവോത്ഥാന പ്രസ്ഥാനം ഒരു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ഒരു നവോത്ഥാന നായകനാണെന്നുള്ള രീതിയിൽ ഗുരുദേവനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ഗുരുദേവനെ കണ്ടിട്ടില്ല. നമ്മൾ ആരും ഗുരുദേവനെ കണ്ടിട്ടുള്ള ഒരു ജനതയെ അല്ല. നമ്മളെല്ലാവരും ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഗുരുദേവനെ കുറിച്ച് വായിച്ചറിഞ്ഞവരാണ്. പക്ഷേ ഗുരു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിനെ കണ്ടിട്ടുള്ളവർ പറയണം ഗുരു എന്ന സത്യം എന്തായിരുന്നു.
ആ അവതാര രൂപം എന്തായിരുന്നു എന്ന് ഗുരുവിനെ കണ്ടിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗുരുവിനെ കണ്ടിട്ടുള്ളവർ ആരാണ്? ഗുരുവിന്റെ അരുമ ശിഷ്യരാണ് ഗുരുവിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ നേരത്തെ കുട്ടിസാറിന്റെ പ്രസംഗത്തിൽ കുട്ടിസാർ അവസാനം ചെല്ലുകയുണ്ടായി കുമാരനാശാൻ എഴുതിയ ആ ഒരു പ്രാർത്ഥന. അപ്പൊ ഗുരുവിനെ കണ്ടിട്ടുള്ള ഗുരുവിന്റെ അരുമ ശിഷ്യനായ കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗുരുസ്തവത്തിൽ കുമാരനാശാൻ ഗുരുവിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ആരായുകിൽ അന്ധത്വം ഒഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞ മഹാകവി കുമാരനാശാൻ. അതുപോലെ ഗുരുവിന്റെ അരുമ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പനെ ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ, ഒരുപക്ഷെ യുക്തിവാദികളുടെ നേതാവായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഗുരുദേവനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഗുരു ദൈവദശകം എഴുതിയപ്പോ സയൻസ് ദശകം എഴുതിയ ആളാണ് സഹോദരൻ അയ്യപ്പൻ. ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. പക്ഷേ ഗുരു സമാധിയായപ്പോൾ ഒരു സമാധി ഗാനം സഹോദരൻ അയ്യപ്പൻ എഴുതി. അതില് സഹോദരൻ അയ്യപ്പൻ ഗുരുദേവൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജരാരുജാമൃത ഭയമേഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയ ഭഗവാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ പോലും ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചത് ഭഗവാൻ എന്നായിരുന്നു. അതിനുശേഷം സഹോദരൻ അയ്യപ്പന്റെ ചരിത്രപരമായ ഒരു പ്രസംഗം തന്നെയുണ്ട്. അതിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, എന്റെ യുക്തിവാദം ഞാൻ മാറ്റിവെക്കാം, പക്ഷേ എന്റെ ഗുരുവിനെ മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ മഹാഗുരുവിനെ കണ്ട മറ്റൊരു ഗുരുവാണ് ശാന്തിനികേതനിലെ ഗുരുവായ രവീന്ദ്രനാഥ ടാഗോർ. ഒരുപക്ഷെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാവ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, where mind is without fear, where mind is without fear, where head is held high, where knowledge is free, let my country awake എന്ന് പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോർ. എവിടെയാണോ മനസ്സിൽ ഭയമില്ലാത്തത് അവിടെ നമ്മുടെ തല ഉയർന്നു നിൽക്കും. എന്റെ നാടൊന്ന് ഉണരണമേ എന്ന് പ്രാർത്ഥിച്ച ശാന്തിനികേതനിലെ ഗുരുവായ രവീന്ദ്രനാഥ ടാഗോർ 1922 ശിവഗിരിയിലെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വരികയുണ്ടായി. ആ ഗുരുവിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ അവിടുത്തെ സന്ദർശന ഡയറിയിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതി വെച്ച 4 വരികളുണ്ട്. ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതി വെച്ച 4 വരികൾ ഇന്നും നമുക്ക് അവിടെ ശിവഗിരിയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്, ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ വേൾഡ്, ഞാൻ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ബട്ട് I must fairly admit one thing. I have seen lot of rishis during my journey, but I have never seen somebody like Sri Narayana Gurudev or somebody in par with Sri Narayana Gurudev. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരു ഋഷിവൈദ്യനെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ തുല്യരുമായ ഒരു ഋഷിവൈദ്യനെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിനുശേഷം ടാഗോർ എഴുതി, I can never forget the self-radiant face of ശ്രീനാരായണ ഗുരുദേവ്. സ്വയം പ്രകാശിതമായ ശ്രീനാരായണ ഗുരുദേവന്റെ മുഖം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്നെഴുതിയ രവീന്ദ്രനാഥ ടാഗോർ. അന്ന് ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് CF ആൻഡ്രൂസ്. ആ CF ആൻഡ്രൂസ് അവിടുത്തെ ശിവഗിരിയിലെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, I have seen the God in human form. മനുഷ്യരൂപമെടുത്ത ഭഗവാനെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അതിനുശേഷം CF ആൻഡ്രൂസ് ഒരു നോബൽ സമ്മാന ജേതാവായ റൊമൈൻ റോളൻഡിന് ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, I have seen our Jesus Christ
വാക്കിംഗ് ത്രൂ ദ ഷോർസ് ഓഫ് അറേബ്യൻ സീ, അറബിക്കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുന്ന നമ്മുടെ യേശുദേവനെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് റൊമൈൻ റോളൻഡിന് ഒരു കത്ത് CF ആൻഡ്രോസ് എഴുതുകയും അങ്ങനെ ആ കത്ത് കിട്ടിയ റൊമൈൻ റോളൻഡ് എന്ന് പറയുന്ന ആ നോബൽ സമ്മാന ജേതാവ് ഈ കേരളത്തിലേക്ക് വരികയും അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഋഷിവര്യന്മാരെ കുറിച്ചും ഒരു പഠനം നടത്തി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് റൊമൈൻ റോളൻഡ് ഗുരുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്? കർമ്മനിരതനായ സന്യാസി. അതായത് ഒരു സന്യാസിക്ക് ഒരിക്കലും ചേരാത്തൊരു വിശേഷണമാണ് ഈ ഒരു വിശേഷണം എന്ന് പറയുന്നത്. നമ്മൾ സന്യാസിമാരെ എന്താ വിളിക്കുക? സംപൂജ്യനായ സ്വാമിജി, പൂജ്യനായ സ്വാമിജി, അല്ലെങ്കിൽ പൂജ്യനായ ഋഷിവര്യൻ എന്നൊക്കെ വിളിക്കുമ്പോൾ റൊമൈൻ റോളൻഡ് ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് ഗുരു കർമ്മനിരതനായത്? ഇവിടെയാണ് നാം ഗുരുവിനെ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഭാരതം കണ്ട, ഈ ലോകം കണ്ട മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവൻ വ്യത്യസ്തനാക്കുന്നത് ഗുരുദേവൻ ഒരു കർമ്മനിരതനായ സന്യാസിയായിരുന്നു. ഒരുപക്ഷെ തന്റെ തപസ്സു ചെയ്തുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, തനിക്ക് കിട്ടിയ ആ ആത്മചൈതന്യം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഗുരുവിന്റെ സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന കൃതിയിൽ ഗുരു തന്നെ പറയുന്നുണ്ട് തപസ്സു ചെയ്ത് ഗുരുവിന് കിട്ടിയ ആ ചൈതന്യത്തെ കുറിച്ച്. അപ്പോ ഗുരു എന്താണ് പറയുന്നത്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കെ പരവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഗുരു തന്നെ പറയാണ് തനിക്ക് കിട്ടിയ ആ ആത്മചൈതന്യത്തെ കുറിച്ച്. തപസ് ചെയ്ത് ആത്മസ്വരൂപത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ. എന്നാൽ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ഗുരുദേവൻ പിന്നെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അവിടെയാണ് മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും ഗുരുദേവൻ വ്യത്യസ്തനാകുന്നത്. ഗുരു പറയുന്നത് എന്താണ്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കെ പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. എന്നിട്ട് ഗുരു പറയാണ്: കഷ്ടം ദീനം പിടിച്ചും മധിരയത് കുടിച്ചും കിടക്കുന്ന ലോകർക്കു ഉത്തിഷ്ടോ ഉത്തിഷ്ടോ, നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിരിപ്പോൾ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ താൻ മാത്രം ഇങ്ങനെ ബ്രഹ്മപദത്തിൽ ഇരുന്നിട്ട് എന്ത് സാധിക്കാനാണ്? തന്നെ കൊണ്ട് ഈ പാഴ്ചേറിൽ അമർന്നിരിക്കുന്ന ഈ ജനതയെ കൈപിടിച്ച് കയറ്റേണ്ടത് തന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ തനിക്ക് കിട്ടിയ ആ ആത്മതപസ്സു പോലും ബലി കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഗുരുവിനെയാണ് നമ്മൾ ഇന്നിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചത്: അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവബസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്തു. നമ്മളായ സാധാരണക്കാർക്ക് വേണ്ടി തൻ്റെ ആയുസ്സും വപസ്സും മാത്രമല്ല, കാലങ്ങളായി താൻ ആർജിച്ചെടുത്ത തൻ്റെ ആത്മതപസ്സു കൂടി ബലി ചെയ്ത ആ മഹാഗുരുദേവനെ എല്ലാവരും ദൈവമായി മനസ്സിൽ കണ്ട് ആരാധിക്കുക. ആ ദർശനങ്ങളെ നമിച്ചുകൊണ്ട് സംതൃപ്തമായൊരു കുടുംബ ജീവിതവും സംതൃപ്തമായൊരു സാമൂഹ്യ ജീവിതവും സംതൃപ്തമായൊരു സാംസ്കാരിക ജീവിതവും കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ശ്രീനാരായണ സമാജം ഫരീദാബാദ് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കട്ടെ, സമ്പന്നതയിൽ നിന്നും സമ്പന്നതയിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.